ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് എന്തായാലും നല്ല വെയിലാണല്ലേ? വെളുപ്പിനൊന്നും മഴ പെയ്തായിരുന്നു. ഞാൻ എഴുന്നേറ്റപ്പോൾ മുറ്റത്തും ഷീറ്റിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. എങ്കിലും പിന്നീട് മഴയൊന്നും പെയ്തില്ല, നല്ലപോലെ തെളിഞ്ഞിട്ടാ. അപ്പോൾ പൊന്നു ഇന്ന് അവൾക്ക് എക്സാം തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവൾ പോയി കഴിഞ്ഞ് കുറേയൊക്കെ കഴിഞ്ഞതിന് ശേഷം 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മിറ്റം അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതേ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ദിവസങ്ങളായി നന്നായിട്ടൊന്ന് മിറ്റമടിച്ചിട്ട് കേട്ടോ. നല്ല ആസ്വദിച്ച് ചെയ്യുന്ന പണിയാണ്. പക്ഷേ ഈ മഴ ഇങ്ങനെ നിൽക്കുമ്പം അവിടെ ഇവിടെ ചീഞ്ഞളിഞ്ഞ പോലെയൊക്കെ കിടക്കുമ്പോൾ നമുക്ക് മിറ്റമടിക്കാൻ മടിയാവുമല്ലോ. അങ്ങനെ മിറ്റമടിക്കാൻ പറ്റുമോ ഇല്ല. അങ്ങനെ മിറ്റമടിക്കലുണ്ടായിരുന്നില്ല കേട്ടോ. വല്ലപ്പോഴും ഒന്ന് തോരുമ്പോഴേക്കും ഞാനെന്തെങ്കിലും പണിയിലാണെങ്കിൽ ജൂട്സം പോയി ഒന്ന് മിറ്റമടിക്കും. അതല്ലെങ്കിൽ ഞാൻ ഈ ഷീറ്റിൻ്റെ മുകളിൽ മാത്രം അടിക്കും. അങ്ങനെയുള്ള സൂത്രപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഇന്ന് നല്ല വെയിലാണ്, നല്ലപോലെ ഉണങ്ങിക്കിടക്കണേയുള്ള എല്ലായിടത്തും. അപ്പോൾ അങ്ങനെ മിറ്റമടിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് നിങ്ങളെ ഇതൊക്കെ ഒന്ന് കാണിക്കാം. കുറേ ദിവസമായില്ലേ കാണിച്ചിട്ട്. നമ്മുടെ എപ്പീഷ്യയൊക്കെ നല്ല കാട് പോലെ വളർന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മുഴുവനും പൂത്ത് കഴിയുമ്പോഴുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ സൺസെറ്റ് ബെല്ലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടേ. എല്ലാം തളർന്നൂത്തി കിടക്കണമായിരുന്നു, എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മിറ്റം അടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ വീങ്കാപ്പാത്തിൽ കുറേ പുല്ലൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഭക്ഷണത്തിൻ്റെ പരിപാടിയിലേക്ക് കടക്കണതിന് മുമ്പ് ഇവിടെ ഒന്ന് ക്ലീൻ ആക്കി കളയാമെന്ന് കരുതി. നല്ല വെയിലുള്ളപ്പോൾ മാത്രമേ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളേ. അതല്ലെങ്കിൽ കൊതുക് ഈ പരിസരത്തൊന്നും നിർത്തൂല കേട്ടോ. തുള്ളി 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 നമ്മൾ നിൽക്കേണ്ടി വരും. അത് തന്നെയല്ല, എനിക്ക് സ്കിൻ അലർജി വരാൻ തുടങ്ങിയത് ഈ കൊതുക് കടി കൂടിയ പിന്നെയാണേ. അപ്പോൾ അങ്ങനെ കൊതുക് കടിക്കരുതെന്നാണ് സ്കിന്നിൻ്റെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കൊതുക് കടിക്കാതെ നമുക്ക് ഈ കേരളത്തിലോ ഈ ഇന്ത്യയിലോ താമസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. പിന്നെ ഞാൻ എങ്ങോട്ടോടി പോകുമല്ലേ. അങ്ങനെ ദേ അവിടുത്തെ പുല്ലുപറിക്കലൊക്കെ കഴിഞ്ഞ് കൈയോടെ ആ ചവറൊക്കെ വാരി കളഞ്ഞേക്കാമെന്ന് കരുതിയിട്ട് അത് എല്ലാം കൂടെ ഞാനൊരു അലുമിനിയത്തിൻ്റെ ഷീറ്റാണ് കേട്ടോ ഇത്. അതിൽ വാരിയെടുത്ത് പുറത്താണ് കേട്ടോ കൊണ്ടുപോയി കളയണത്. ഗേറ്റിൻ്റെ പുറത്ത് വഴിയുടെ സൈഡിൽ എല്ലാവരും ചവറ് കൂട്ടുന്ന സ്ഥലത്താണ് കേട്ടോ കൊണ്ടുപോയിടുന്നത്. അപ്പോൾ നമ്മളിവിടെ നട്ടിരുന്ന നിത്യകല്യാണിയുടെ ചെടികളൊക്കെ കുറേ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.